ഇത് ഈ ചോദ്യം ഡയറക്ടറോട് ചോദിക്കണം, എനിക്കറിയില്ല. നമുക്ക് കഥ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എനിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ഓണത്തിൻ്റെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുമെന്നുള്ളത് ഇറ്റ്സ് വെരി നൈസ് എക്സ്പീരിയൻസ്. വരൂ, തിയേറ്ററിലിരുന്ന് കാണൂ. ഐ നോ എല്ലാവരും കുറേ കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഐ ഹോപ്പ് എല്ലാവരെയും ആ വെയിറ്റിനും ആ കാത്തിരിപ്പിനൊരു ജസ്റ്റിഫയബിൾ ആയുള്ള രീതിയിൽ നമ്മൾ പടം ഇറക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അതായത് പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിലും സെറ്റ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ. അപ്പോൾ അതെല്ലാം കാണുന്നതിൽ നല്ല സന്തോഷം. ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പം ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്താ പറയുക, 8 വർഷമായി ആടുന്നു ഇറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തത്. വിജയ് ചേട്ടനും വിളിക്കുമ്പോഴെല്ലാം എത്ര ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്തായിരിക്കും എൻ്റെ ക്യാരക്ടറിന് തേർഡ് പാർട്ടിൽ സംഭവിക്കാനുള്ളത്. ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. എന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ എന്നോട് ചെയ്തു. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. കാരണം നിങ്ങളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതി പലരും ട്രെയിലർ വന്ന സമയത്ത് പല രീതിയിലാണ് ഇങ്ങനെ ആയിരിക്കുമോ സിനിമ എന്ന് പറഞ്ഞ് പക്ഷേ അതുപോലെയൊന്നും അല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മിഥുൻ ചേട്ടൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് എന്ന പരിപാടി ഇല്ലല്ലോ, നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഈ സിനിമ ഇവിടെ വന്ന് തിയേറ്ററിൽ ആളുകൾ എൻജോയ് ചെയ്ത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും അത് നിങ്ങളല്ലേ പറയണ്ടേ, നമ്മളല്ലല്ലോ. തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ വന്ന് കാണുക, തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊരു എന്താ പറയുക, ഇത് കണ്ടിരിക്കേണ്ട ഒരു പടമായി തന്നെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. അടുത്ത ഇത് ജോയിൻ ചെയ്യേണ്ട എനിക്ക് രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഓഡിയൻസിനും കിട്ടി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഹാപ്പിയുണ്ട്. എല്ലായിടത്തും ഒന്നും കുഴപ്പമില്ലാത്ത റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ആട് 1-നും 2-നൊക്കെ തന്നെ അതേ സപ്പോർട്ട് തരണം. കുഴപ്പമില്ല, എല്ലാവരും അടിപൊളിയാണ്, ചിരിച്ച് സന്തോഷിച്ച് പോകുന്നുണ്ടെന്നാണ് വിശ്വാസം. അതെ, കാണുക. നമ്മൾ 1-നും 2-നും ആസ്വദിച്ച പോലെ തന്നെ ആസ്വദിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ആസ്വദിച്ച് എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഉള്ള ആട് 4 ഒക്കെ. അപ്പോൾ ഇതെല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.